ഏതു നേരവും അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് പറയാതിരുന്നത് വളരെ മോശമായിപ്പോയി. അതെ, പാവ അമ്മയപ്പച്ചി. നോക്കിയിരിക്കത് കഴിക്കുവേണേ. എനിക്ക് വേണ്ടമ്മേ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ നന്നായി ഭക്ഷണം കഴിക്കണം, എങ്കിലേ ആരോഗ്യം ഉണ്ടാവും. മതി, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആവശ്യത്തിന് തടിയുണ്ട്. അതൊന്നും സാരയില്ല. പെൺകുട്ടികൾക്ക് ഇത്തിരി തടിയുള്ളത് തന്നെയാ ഭംഗി, അല്ല നാത്തൂനെ? അതെ അതെ അതെ, അത് വല്ലതും ഇപ്പോ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ആ ഇരിക്ക്. അല്ല, ആരൊക്കെയാ ഇവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാർട്ടിക്ക് പോകുന്നത്? പാർട്ടിയോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് പാർട്ടിയുടെ കാര്യം നീ പറയുന്നത്? പറയടാ. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചായിരുന്നോ? എന്നെ ആരും വിളിച്ചില്ല. ഞാൻ കരുതി നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒഴിവാക്കിയതായിരിക്കും. ദേ ചെറുക്ക, കളിക്കാതെ കാര്യം പറ. എന്താ കാര്യം? എന്റെ അമ്മേ, ആശു ചേച്ചി ജോലി കിട്ടിയതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ കരുതി നിങ്ങളെല്ലാവരും പോകുന്നുണ്ടായിരിക്കും. പാർട്ടി നടത്തുന്ന കാര്യം അശ്വമോള് പറഞ്ഞോ നാത്തൂനെ? ഇല്ല, പറഞ്ഞില്ല. അതെന്താ അവള് പറയാത്തത്? നമ്മൾ വിളിക്കാത്ത എന്താ? പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ ചെന്നാൽ ഏത് വലിയ പാർട്ടിയും കൊളാവുമെന്ന് അവൾക്കറിയാം. എങ്കിലും അങ്ങനെ അല്ലല്ലോ. ആ, ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നടത്തുന്നാവുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി. ശരിയാ. അതെ, അതെന്തു പണി ആശുമോള് കാണിച്ചത്? വലിയ നാണക്കേടായിപ്പോയി നാത്തൂനെ. അതെ, കാര്യം എന്താണെന്നറിയാതെ നിങ്ങൾ എടുത്തു ചാടരുത്. അവള് വിളിച്ചില്ലെങ്കിൽ അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയല്ലല്ലോ ദേവാ. ഏതു നേരവും അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് പറയാതിരുന്നത് വളരെ മോശമായിപ്പോയി. അതെ, പാവ അമ്മയപ്പച്ചി. നിങ്ങളുടെ തനി സ്വഭാവം അക്ഷിതക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. അതാ ഒഴിവാക്കി നിർത്തിയത്. ചമ്മി ചമ്മി, രണ്ടുപേരും ശരിക്കും ചമ്മി. മതി, നീ കൂടുതൽ കളിയാക്കണ്ട. നിർത്തബി, വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട. കുറച്ച് ദേഷ്യം പിടിച്ചോട്ടെ. എന്തൊക്കെ ജാടയായിരുന്നു രണ്ടുപേർക്കും, അല്ലടാ? ഇന്ദ്രപ്രസ്ഥ വീട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ തലയിലൂടെ നടക്കുന്നു എന്നുള്ള ഭാവമായിരുന്നല്ലോ. നല്ലൊരു പണിയാ കിട്ടിയത്. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അക്ഷിതയും താരയുമായിട്ട് ചേർന്ന് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സിക്യൂഷനാ ഇങ്ങനൊരു പാർട്ടി ഇവിടെ വെക്കുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. താരയ്ക്ക് പൂർണിമേച്ചയോട് വലിയ ദേഷ്യവും അസൂയയും പകയൊക്കെ ഉണ്ട്. അതെല്ലാം തീർക്കാൻ അക്ഷിതയെ അവര് നന്നായിട്ട് ഉപയോഗിക്കുക. നമുക്കെന്തായാലും ഈ പാർട്ടി തടയാൻ പറ്റില്ല. എന്നാലും താര എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റണം. അവരിനിയും പൂർണിമേച്ചയും ധോനിമോളെയും വേദനിപ്പിക്കാതെ നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാം. പിന്നെ പാർട്ടി ഇവിടെ വെച്ച് നടത്തുമ്പോൾ താരയ്ക്ക് അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പുറത്തുനിന്നൊരു ശത്രു വന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടാവും. താര ഒറ്റപ്പെട്ടു പോവും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ താര ഒരിക്കലും നേരിട്ടൊരു ഏറ്റുമുട്ടലും നടത്തില്ല. നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും ഒരു പ്ലാൻ ആവും അവരുടെ കയ്യിലുണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കാം. അവരൊന്ന് പാർട്ടിയൊക്കെ തുടങ്ങി എന്താ അവരുടെ പരിപാടി എന്ന് അറിയട്ടെ.
അത് കഴിഞ്ഞ് നമ്മൾ ഇടപെടേണ്ടി വന്നാ ഇടപെടാം. ഉം. പൃഥ്വി വന്നോ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പൃഥ്വി. എന്താ കാര്യം? ആ ഇവന്റുകാര് ഫുഡിന്റെ മെനു ചോദിക്കുന്നു. എന്തൊക്കെയാ വേണ്ടതെന്നൊന്ന് പറയൂ. ആകെ താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അങ്ങനെ പറയാതെ, ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നേ. അഷി, ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഫുഡ്. പൃഥ്വി വേണ്ട. ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാ. വെറുതെ എന്റെ സന്തോഷം കളയാൻ നോക്കണ്ട. ഞാൻ ആരുടെയും സന്തോഷമൊന്നും കളയുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണി? പൃഥ്വി ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ തിരിച്ചു പോവാണോ? ഇവിടെ ഇരിക്കുന്നതിൽ നല്ലതാ. എന്താ? ഒന്നുമില്ല. അഷിക്കും അമ്മയ്ക്കും അല്ലേ ഈ പാർട്ടി നടത്തണമെന്ന് ഇത്രയും നിർബന്ധം. അതുകൊണ്ട് അമ്മായി അമ്മയും മരുമോളും കൂടെ എന്താന്ന് വെച്ചാ ചെയ്തു. ഓക്കെ? എനിക്കറിയാം, ഞാൻ ഈ പാർട്ടി നടത്തുന്നതിന്റെ ദേഷ്യമല്ലേ പൃഥ്വിക്ക്. പൃഥ്വിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. താൻ എന്തെങ്കിലും ചെയ്യും. എന്നെ അങ്ങനെ ആരും തോൽപ്പിക്കാനൊന്നും നോക്കണ്ട. തോറ്റു തരില്ല ഞാൻ. അമ്മയാണല്ലോ. ഇനി ഞാൻ പാർട്ടി നടത്തുന്ന കാര്യം അറിഞ്ഞു കാണോ? ഹലോ അമ്മേ. ഓ, അപ്പൊ നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടല്ലേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ അമ്മയെ ഞാൻ മറക്കുവോ? വേണ്ട അഷി, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ അതെ ഞാനും. ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? നിനക്ക് മനസ്സിലായില്ലെങ്കിലേ ഞാൻ തെളിച്ചു പറയാം. എന്താ, അത് മതിയോ? അമ്മ കാര്യം പറ. അല്ല, നീ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പാർട്ടി വല്ലതും നടത്തുന്നുണ്ടോ? ഓ അതാണോ? പാർട്ടി നടത്തുന്നത് ഞാനല്ല, താരാമേടോ. പിന്നെ ഇവിടെ വെച്ച് നടത്തും എന്നുള്ളതൊക്കെ സത്യ. നീ ആ പാർട്ടി നടത്തുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ലമ്മേ, എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ? ഞങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് കയറുന്ന എല്ലാവരും പാർട്ടി നടത്തുന്ന ഒരു പതിവുണ്ട്. ഞാനത് നടത്താതിരുന്നപ്പോ എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പാവം താരാമേടോ സ്വന്തം ചെലവില് പാർട്ടി എനിക്ക് വേണ്ടി നടത്തുന്നത് ആരും ആയിക്കോട്ടെ, നിന്റെ പേരിൽ നടത്തുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങളെ കൂടി വിളിക്കേണ്ട കാര്യമില്ലേ? അതമ്മേ, ഇത് ഓഫീസിലുള്ളവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പരിപാടിയാ.